2008 നവംബർ 26 ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ഭയാനകരമായൊരു ഭീകരാക്രമണം മുംബൈ നഗരം നേരിടുകയായിരുന്നു. 10 പാകിസ്ഥാൻ ഭീകരർ മുംബൈയിലെ പ്രശസ്ത ലാൻഡ്മാർക്കുകളായ താജ് ഹോട്ടൽ, ലിയാപോൾഡോ കഫേ, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ, നരിമാൻ ഹൗസ്, ഒബ്റോയ് ട്രെഡന്റ് എന്നിവിടങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തി. അതിൽ ഏറ്റവും അപകടകരമായൊരു സാഹചര്യം നിലനിന്നത് മുംബൈ താജ് ഹോട്ടലിലായിരുന്നു. താജ് ഹോട്ടലിലേക്ക് തന്ത്രപരമായി നുഴഞ്ഞുകയറിയ 4 ഭീകരർ ഓരോ നിലകളിലും മരണം വിതയ്ക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ഹോട്ടലിൻ്റെ ഇടനാഴികളിൽ തീയും പുകയും നിലവിളികളും കൊണ്ട് നിറഞ്ഞു. നൂറുകണക്കിന് ആളുകൾ ആ ഹോട്ടലിൽ കുടുങ്ങി. നിരവധി പേർ ബന്ദികളാകപ്പെട്ടു. ഈ നരകതുല്യമായ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത ദിവസമായ നവംബർ 27 നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് താജ് ഹോട്ടലിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഭീകരരെ കീഴ്പ്പെടുത്തി ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ബ്ലാക്ക് ടൊറൻഡോ എന്ന പേരിൽ ഒരു ദൗത്യം ഏറ്റെടുത്തു. ഈ ടീമിൽ 31 വയസ്സുള്ള ഒരു കമാൻഡോ മറ്റ് 10 കമാൻഡോകളായ സഹപ്രവർത്തകരെ നയിച്ചുകൊണ്ട് ആ താജ് ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിച്ച് വളരെ ജാഗ്രതയോടെ ഓരോ പടികളും കയറി അവർ ഭീകരരുടെ അടുത്തേക്ക് നീങ്ങി. കമാൻഡോകൾ ഏതാണ്ട് തൊട്ടടുത്തെത്തി എന്ന് ബോധ്യപ്പെട്ട ഭീകരർ കമാൻഡോകൾക്ക് നേരെ വെടിയുതിർത്തു. ആ വെടിവയ്പിൽ സുനിൽകുമാർ ചോഡോ എന്ന കമാൻഡോയ്ക്ക് 7 വെടിയുണ്ടകളേറ്റ് പരിക്കുകൾ പറ്റി നിലത്ത് വീണു. എന്നാൽ ആ ടീമിനെ നയിച്ചിരുന്ന 31കാരൻ ഓടിച്ചെന്ന് വെടിയേറ്റ് വീണ സഹപ്രവർത്തകനെ രക്ഷിച്ച് മറ്റുള്ളവരോട് പരിക്കു പറ്റിയയാൾക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകാൻ നിർദ്ദേശിച്ച ശേഷം ഭീകരരെ നേരിടാൻ അദ്ദേഹം ഒറ്റയ്ക്ക് മുകൾ നിലകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങി. ബാക്കപ്പ് നൽകുന്നതിനായി സഹപ്രവർത്തകർ ശ്രമിച്ചപ്പോൾ ഒരുമിച്ചുള്ള നീക്കം അപകടകരമാണെന്നും മുകളിലേക്ക് ഇപ്പോൾ ആരും വരേണ്ടതില്ലെന്നും അവരെ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് വളരെ ജാഗ്രതയോടെ ഓരോ സ്റ്റെപ്പുകൾ കയറി മുകൾ നിലകളിലേക്ക് പോയി. ആ ധീരനായ കമാൻഡോ മറ്റാരുമായിരുന്നില്ല, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനായിരുന്നു. ഹോട്ടലിൻ്റെ വടക്കേ അറ്റത്തുള്ള ബോൾ റൂമിലേക്ക് ആ 4 ഭീകരരെയും തുരത്തി ഓടിച്ചു കൊണ്ടുപോയത് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിലും തീവ്രവാദികളെ വിറപ്പിക്കുന്ന ആത്മവിശ്വാസമുണ്ടായിരുന്നു. സിംഹം ഇരയെ തിരയുന്നത് പോലെ ഓരോ മുറികളും മരിച്ചു പെറുക്കുമ്പോൾ മേജർ സന്ദീപിൻ്റെ ബൂട്ടിൻ്റെ ശബ്ദത്തിനു മുന്നിൽ ആയുധധാരികളായ തീവ്രവാദികൾക്ക് ആ മേജർ സന്ദീപിനെ നേരിടാൻ ധൈര്യമുണ്ടായില്ല. അവർ മേജർ സന്ദീപിൻ്റെ മുന്നിൽപ്പെടാതെ ഓടി ഒളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മേജർ സന്ദീപ് ആകട്ടെ നിരന്തരം അവരെ പിന്തുടരുകയുമായിരുന്നു. നമ്മളിന്ന് ഈ ടെലിവിഷനിലൂടെ പരിശോധിക്കുന്നത് ഇന്ത്യൻ ജനങ്ങളൊന്നാകെ നെഞ്ചിലേറ്റിയ മലയാളികളുടെ അഭിമാനമായ ഇന്ത്യയുടെ വീരപുത്രനായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ കഥയാണ്. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ പോരാടിയ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും നമുക്ക് ഈ കഥയിലൂടെ വിശദീകരിക്കാം. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. 1977 മാർച്ച് 15 കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ചെറുവന്നൂരിൽ ISRO ഉദ്യോഗസ്ഥനായ കെ ഉണ്ണികൃഷ്ണൻ്റെയും ശ്രീമതി ധനലക്ഷ്മിയുടെയും ഏക മകനായിട്ടായിരുന്നു സന്ദീപ് ജനിച്ചത്. പിന്നീട് ആ കുടുംബം കർണാടകയിലെ ബാംഗ്ലൂരിലേക്ക് താമസം മാറി. അവർ അവനെ ഫ്രാങ്ക് ആൻ്റണി പബ്ലിക് സ്കൂളിൽ ചേർത്തു. പഠനത്തിൽ മാത്രമല്ല കായിക രംഗത്തും മികവ് പുലർത്തിയിരുന്ന സന്ദീപ് സ്കൂളിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥികളിൽ ഒരാളായി കണക്കാക്കപ്പെട്ടു. ദേശസ്നേഹ സിനിമകൾ കാണാൻ അവന് കുട്ടിക്കാലം മുതൽക്കേ വളരെ ഇഷ്ടമായിരുന്നു. അത്തരം സിനിമകളിൽ നിന്നുള്ള ഊർജവും പ്രചോദനവും അവൻ്റെ മനസ്സിൽ താൻ വളരുമ്പോൾ ഒരു ആർമിക്കാരനാകണമെന്ന ആഗ്രഹം ഉറച്ചു. കുട്ടിക്കാലം മുതൽക്കേ ഒപ്പമുള്ളവരുടെ സംരക്ഷകനാകാനുള്ള മനോഭാവം സന്ദീപിലുണ്ടായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ സേവനത്തിന് അടിത്തറയായത് ഈ സ്വഭാവ സവിശേഷതയായിരുന്നു. ഏത് കായിക മത്സരങ്ങളിലും ഇന്ത്യൻ ടീം വിജയിക്കുമ്പോഴെല്ലാം അവന് ആഘോഷമായിരുന്നു. +2 പഠനം പൂർത്തിയാക്കിയപ്പോൾ തന്നെ സന്ദീപ് തൻ്റെ മാതാപിതാക്കളോട് തനിക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ അവൻ്റെ പിതാവ് അത് ഉടനെ തന്നെ നിരസിച്ചു. കാരണം സന്ദീപ് അവരുടെ ഏക മകനായിരുന്നു. ഒരു സൈനിക ജീവിതം എപ്പോഴും അപകടങ്ങൾ നിറഞ്ഞതായിരുന്നതിനാൽ തന്നെ ഓരോ പ്രഭാതവും അനിശ്ചിതത്വത്തോടെ തുടങ്ങുന്ന പാത മകൻ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. എന്നാൽ സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കരിയർ എന്നതിലുപരി രാജ്യസ്നേഹത്തിൻ്റെയും സാഹസികത ഇഷ്ടപ്പെടുന്ന യൗവനത്തിൻ്റെയും ജീവിത ലക്ഷ്യമായിരുന്നു. ആയതിനാൽ തന്നെ പിതാവിൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ സന്ദീപ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള പ്രവേശനത്തിനായി കഠിനമായി പരിശ്രമിച്ചു. ഒടുവിൽ 1995 കഠിനമായ സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂയും
പ്രവേശന പരീക്ഷയും വിജയിച്ച് അദ്ദേഹം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പ്രവേശനം നേടി. അതിനെ തുടർന്നുള്ള പഠനത്തിനും പരിശീലനത്തിനുമായി അദ്ദേഹം പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് പോയി. അങ്ങനെ സന്ദീപ് അവിടെ 94-ാം കോഴ്സിലെ ഓസ്കാർ സ്ക്വാഡ്രണിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം. വളരെ ഊർജ്ജസ്വലനായ സന്ദീപിന് ഏത് കഠിന പരിശീലനത്തിനും ഒട്ടും മടിയുണ്ടായിരുന്നില്ല. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ഗ്രീൻ ഹോൺ ആൻഡ് റോവേഴ്സ് ക്യാമ്പിൽ 15 കിലോമീറ്റർ ക്രോസ് കൗണ്ടി ഓട്ടത്തിൽ അവസാന 500 മീറ്ററിൽ അദ്ദേഹം ആവേശത്തോടെ കുതിച്ചു പാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആവേശം കണ്ട് ആ ട്രാക്കിനരികിൽ നിന്നവർ ഉണ്ണി ഉണ്ണി എന്ന് ആർത്ത് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന പേരിൽ നിന്നാണ് സന്ദീപിന് ഉണ്ണി എന്ന വിളിപ്പേര് ലഭിച്ചത്. മിക്കവാറും എല്ലാവരും അദ്ദേഹത്തെ ഈ പേരിലാണ് വിളിച്ചിരുന്നത്. അക്കാഡമിക്കൽ പെർഫോമുകളിൽ വളരെ മിടുക്കനായിരുന്നു ഉണ്ണി എന്ന സന്ദീപ് ഉണ്ണികൃഷ്ണൻ. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ 3 വർഷത്തെ കഠിനമായ പരിശീലനവും ബിരുദവും പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ പരിശീലനത്തിനായി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ചേർന്ന് 1 വർഷത്തെ സൈനിക പരിശീലനം കൂടി നേടി. അവിടെ നിന്നും പാസ്സായ ശേഷം 1999 ജൂലൈയിൽ സന്ദീപ് ഉണ്ണികൃഷ്ണൻ തൻ്റെ 22ാമത്തെ വയസ്സിൽ ബീഹാർ റെജിമെൻറ്റിൻ്റെ 7ാമത്തെ ബറ്റാലിയനിൽ ലെഫ്റ്റനൻ്റായി അദ്ദേഹം കമ്മീഷൻ ചെയ്യപ്പെട്ടു. അദ്ദേഹം കമ്മീഷൻ ചെയ്യപ്പെട്ട 1999 ആ സമയങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാർഗിൽ യുദ്ധം നടക്കുകയായിരുന്നു. 1999 ജൂലൈ 26 ആ യുദ്ധം ഔദ്യോഗികമായി അവസാനിക്കപ്പെട്ടുവെങ്കിലും നിയന്ത്രണ രേഖയായ LOCയിലെ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. മുൻനിര പോസ്റ്റുകൾക്ക് നേരെ നിരന്തരം വെടിവെപ്പ് നടത്തുകയും നുഴങ്ങിയേറ്റ ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു കലുഷിതമായ സാഹചര്യത്തിൽ സന്ദീപ് ഉണ്ണികൃഷ്ണന് ആദ്യമായി ഒരു പോരാട്ട ദൗത്യം ലഭിക്കുകയാണ്. 1999 ഡിസംബർ 31 ശത്രുക്കളുടെ സൈനിക പോസ്റ്റിൽ നിന്നും കേവലം 200 മീറ്റർ മാത്രം അകലെ LOCക്ക് സമീപം ഇന്ത്യയുടെ ഒരു സൈനിക പോസ്റ്റ് സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം. ഈ ദൗത്യം ഏറ്റെടുത്ത സന്ദീപ് ഉണ്ണികൃഷ്ണൻ സൈനിക പോസ്റ്റ് സ്ഥാപിക്കുന്നതിനായി 6 സൈനികരെയും നയിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റുകളിൽ നിന്ന് തുടർച്ചയായി ശക്തമായ വെടിവയ്പ് ഉണ്ടായിരുന്നതിനാൽ തന്നെ അവിടുത്തെ അപ്പോഴത്തെ സ്ഥിതിഗതി വളരെ അപകടകരമായിരുന്നു. എന്തൊക്കെ വന്നാലും തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാതെ പിന്മാറാൻ സന്ദീപ് ഉണ്ണികൃഷ്ണൻ തയ്യാറായില്ല. ഉറച്ച കോൺഫിഡൻസോടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വച്ച് വളരെ ശാന്തനായി തന്നെ ടീമിനെ നയിച്ച് ആർക്കും പരിക്കേൽക്കാതെ LOCക്ക് സമീപം തന്നെ ഏൽപ്പിച്ച സൈനിക പോസ്റ്റ് സ്ഥാപിച്ച് ആ ദൗത്യം വിജയിപ്പിച്ചു. ഇത് സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ അസാധാരണ ധൈര്യത്തിൻ്റെയും നേതൃത്വ മികവിൻ്റെയും പോരാട്ട സന്നദ്ധതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. തുടർന്ന് 2003 അദ്ദേഹത്തിന് ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം ലഭിച്ചു. തുടർന്നുള്ള സൈനിക സേവനത്തിനിടെ കമാൻഡോ പരിശീലന കോഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ സന്ദീപ് ഉണ്ണികൃഷ്ണനെ കമാൻഡോ പരിശീലനത്തിനായി കർണാടകയിലെ ബേൽഗാമിലേക്ക് അയച്ചു. സൈനിക പരിശീലനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി വളരെയധികം വെല്ലുവിളി നിറഞ്ഞതും കായികക്ഷമത വേണ്ടിയതും ഉന്നത നിലവാരത്തിലുമുള്ളതുമായ കോഴ്സുകളിലൊന്നായി കമാൻഡോ ട്രെയിനിങ് കണക്കാക്കപ്പെടുന്നു. ഇവിടെ കമാൻഡോകൾ 17.5 കിലോ ഭാരവും 3.5 കിലോ ഭാരം വരുന്ന ആയുധങ്ങളും ധരിച്ചുകൊണ്ട്, അതായത് ഏതാണ്ട് 21 കിലോ ഭാരം ധരിച്ചുകൊണ്ട് 40 കിലോമീറ്റർ 6 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് മാർച്ച് ചെയ്ത് പൂർത്തിയാക്കണം. അതിനിടയിൽ പല തടസ്സങ്ങളും നേരിടാം. അതെല്ലാം തരണം ചെയ്യണം. അതുമാത്രമല്ല, കഠിനമായ പല ടാസ്കുകളും ചെയ്യേണ്ടതുണ്ട്. കമാൻഡോകളുടെ വെള്ളത്തിലുള്ള പരിശീലനം വളരെ ദുർഘടം നിറഞ്ഞതാണ്. സന്ദീപ് ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അക്വാഫോബിയ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് വെള്ളത്തിലിറങ്ങാൻ ഭയമായിരുന്നു. എന്നാൽ തനിക്ക് പെർഫെക്റ്റ് ആയൊരു കമാൻഡോ ആയി തീരണമെന്ന അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹം കാരണം അവിടുത്തെ ചിട്ടയായ പരിശീലനത്താൽ അദ്ദേഹം നീന്തൽ പഠിച്ചു. ഈ ഗാഥ കോഴ്സ് പൂർത്തിയാക്കിയതോടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മാനസികമായും ശാരീരികമായും ശക്തനായ കമാൻഡോകളിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഗുൽമാറിലെ ഹൈ ആറ്റിറ്റ്യൂഡ് വാൾഫെയർ സ്കൂളിൽ നിന്നും പരിശീലനം നേടി. തുടർന്ന് സിയാച്ചിൻ, ജമ്മു ആൻഡ് കാശ്മീർ, ഹൈദരാബാദ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തെ അയച്ചു. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചത് കാരണം അദ്ദേഹത്തിന് 5 ഭാഷകൾ അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർവീസ് മികവ് കണ്ട് 2005 സന്ദീപ് ഉണ്ണികൃഷ്ണന് മേജർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു. സന്ദീപിൻ്റെ റാങ്ക് വർദ്ധിച്ചതോടെ പല സാഹസിക ടെറേനുകളിൽ സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഇത് സന്ദീപ് ഉണ്ണികൃഷ്ണനെ കൂടുതൽ ശക്തനാക്കി. ഏത് റിസ്ക് എടുക്കാനും സ്വന്തം ടീമിനെ സംരക്ഷിക്കാനും ഏൽപ്പിക്കുന്ന ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യുന്ന സന്ദീപ് ഉണ്ണികൃഷ്ണന് ഉന്നത സീനിയർ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ നല്ല മതിപ്പുണ്ടായിരുന്നു. ഈ പ്രശസ്തി 2007 അദ്ദേഹത്തെ പുതിയ തലത്തിലേക്ക് നയിച്ചു.
2007 ജനുവരിയിൽ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ രാജ്യത്തെ ഉന്നത ഭീകരവിരുദ്ധ സേനയായ NSGയിലേക്ക്, അതായത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലേക്ക് ഡെപ്യൂട്ടേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. NSGയുടെ കമാൻഡോ പരിശീലനം അത്രയധികം കഠിനമാണ്. അതിന് പ്രാപ്തരായ മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ളവരെ മാത്രമായിരിക്കും NSG കമാൻഡോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനും അത്തരത്തിൽ ഫിറ്റായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. NSG കമാൻഡോ പരിശീലനത്തിലും അദ്ദേഹം വളരെ നല്ല മികവ് പുലർത്തി. ട്രെയിനിങ് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം NSGയുടെ 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലേക്ക് നിയമിതനായി. വളരെ മിടുക്കനായിരുന്നതിനാൽ തന്നെ കമാൻഡോകളെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. പരിശീലന ഉദ്യോഗസ്ഥനായിരിക്കുന്ന ആ സമയത്തും മേജർ സന്ദീപ് പല കലാപവിരുദ്ധ ഓപ്പറേഷനുകളിലും പങ്കുവഹിക്കുകയും തൻ്റെ പോരാട്ട വൈദഗ്ധ്യം കൊണ്ട് എല്ലാവരെയും സ്വാധീനിക്കുകയും ചെയ്തു. അങ്ങനെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ തുടർന്ന് 1.5 വർഷത്തോളം NSGയിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2008 നവംബർ 26 മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്നത്. അന്ന് രാത്രി ഏകദേശം 9 മണിയാകുന്ന സമയത്ത് കടൽമാർഗം മുംബൈയിലെ കൊളാബയിലെ ബദ്വാർ പാർക്കിന് സമീപത്തുള്ള തീരദേശ മുക്കുവ ഗ്രാമത്തിലേക്കെത്തിയ 10 പാകിസ്ഥാനി ഭീകരർ 2 പേരടങ്ങുന്ന 5 ഗ്രൂപ്പുകളായി തിരിയുകയും അവർ ആസൂത്രണം ചെയ്തിരുന്നത് പോലെ ഇമ്രാൻ ബാബർ നസീർ എന്നീ 2 ഭീകരർ നരിമാൻ ഹൗസിലേക്കും ഫഹദുള്ള അബ്ദുൾ റഹ്മാൻ ഒബ്രോയ് ട്രഡന്റ് ഹോട്ടലിലേക്കും നാസിർ അഹമ്മദ് ഷൊഹൈബ് എന്നീ 2 ഭീകരർ ഒരു ടാക്സിയിൽ ലിയോപോൾഡോ കഫേയിലേക്കും ജാവിദ് ഹാസിഫ് എന്നീ 2 ഭീകരർ മറ്റൊരു ടാക്സിയിൽ താജ് ഹോട്ടലിലേക്കും ഇസ്മായിൽ ഖാൻ കസബ് എന്നീ 2 ഭീകരർ വേറൊരു ടാക്സിയിൽ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിലേക്കും പോകുന്നു. ഈ ഇസ്മായിൽ ഖാനും കസബും യാത്ര ചെയ്യുന്ന ടാക്സിയിൽ ഇസ്മായിൽ ഖാൻ ആ ടാക്സിയുടെ മുൻ സീറ്റിലും കസബ് പിൻ സീറ്റിലുമാണ് ഇരിക്കുന്നത്. പിൻ സീറ്റിലിരിക്കുന്ന കസബ് ഒരു ടൈം ബോംബിൽ 9 വാൾട്ടിൻ്റെ ഒരു ബാറ്ററി ഘടിപ്പിച്ച് ആ ടൈം ബോംബിൽ 1 മണിക്കൂർ 15 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് ആക്റ്റീവാക്കിയ ബോംബ് ആ ടാക്സി ഡ്രൈവറുടെ സീറ്റിൻ്റെ അടിഭാഗത്തേക്ക് വയ്ക്കുന്നു. ഒരു 16-17 മിനിറ്റിൻ്റെ യാത്രക്കൊടുവിൽ ആ ടാക്സി ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിലെത്തുന്നു. അവിടെ ഇസ്മായിൽ ഖാനും കസബും ഇറങ്ങുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ ടാക്സിയിലേക്ക് ലക്ഷ്മി നാരായണൻ എന്നൊരു യാത്രക്കാരൻ വന്നു കയറുന്നു. ആ ടാക്സി വൈൽപാർലയിലെ വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കെ ഉഗ്ര സ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുന്നു. ഈ സ്ഫോടനത്തിൽ യാത്രക്കാരനും ടാക്സി ഡ്രൈവറും ഓൺ സ്പോട്ടിൽ കൊല്ലപ്പെടുന്നു. ഇതോടെ മുംബൈയിലെ പല ഭാഗങ്ങളിലും തീവ്രവാദ ആക്രമണങ്ങൾ സജീവമായി. ഇതേസമയം ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിൻ്റെ വാഷ്റൂമിൽ വച്ച് ആയുധങ്ങൾ സെറ്റ് ചെയ്ത ഇസ്മായിൽ ഖാനും കസബും റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിലേക്ക് ആക്രമണം അയച്ചുവിട്ടു. ഇസ്മായിൽ ഖാൻ ജനക്കൂട്ടങ്ങൾക്ക് നേരെ ഗ്രനേഡ് എറിയുകയും കസബ് ഭയന്നോടുന്ന ജനങ്ങളെ വെടിവെച്ചിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും തലനാടിലേക്ക് രക്ഷപ്പെട്ട പലരും പറയുന്നത് അജ്മൽ കസബ് ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ചുകൊണ്ട് നിർത്താതെ ജനങ്ങൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നു എന്നതാണ്. ഇതേസമയം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരും ആ ഭീകരർക്ക് നേരെ വെടിയുതിർക്കുകയാണ്. പക്ഷേ പോലീസുകാരുടെ പക്കലുള്ള ആയുധങ്ങൾ വെച്ച് കാര്യമായ ചെറുത്തുനിൽപ്പൊന്നും സാധ്യമാകുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ 1 മണിക്കൂർ കൊണ്ട് വിജനമായി. ജീവരക്ഷാർത്ഥം ജനങ്ങൾ എങ്ങോട്ടെന്നില്ലാതെ ഓടി രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം 58 പേർ കൊല്ലപ്പെട്ടു. 104 പേർക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ഭീകരവാദികളായ ഇസ്മായിൽ ഖാനും അജ്മൽ കസബും പാർക്കിംഗ് യാർഡിൽ നിന്ന് ഒരു കാറ് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ശ്രമം വിഫലമായി. അപ്പോഴേക്കും പോലീസ് അവരെ പിന്തുടരുകയും കനത്ത ആക്രമണം നടക്കുകയും ചെയ്തു. ഇതോടെ ഭീകരവാദികളായ ഇസ്മായിൽ ഖാനും കസബും കാമ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു. ആ കോമ്പൗണ്ടിൽ നിന്നുകൊണ്ടും അവർ പോലീസുമായി ഏറ്റുമുട്ടൽ തുടർന്നു. ഈ സമയങ്ങളിൽ കാമ വുമൻസ് ആൻഡ് ചൈൽഡ് കെയർ ഹോസ്പിറ്റലിൻ്റെ അധികൃതർ അത്യാഹിത വിഭാഗം ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലുമേക്കുള്ള ഗ്രില്ലുകൾ അടയ്ക്കുകയും വാർഡുകളിലെ വാതിലുകൾ പൂട്ടുകയും ലൈറ്റുകൾ അണക്കുകയും ചെയ്തു. ആയതിനാൽ തന്നെ ഭീകരർക്ക് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ഭീകരർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് മറ്റൊരു പ്രദേശത്ത് ലിയോപോൾഡ് കഫേയിൽ നാസർ അഹമ്മദ്, ഷൊഹൈബ് എന്നീ 2 ഭീകരവാദികൾ അവിടെ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. അവിടെ വിദേശികളും ഇന്ത്യക്കാരും അടക്കം 11 പേർ കൊല്ലപ്പെടുകയും 28 പേർക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റുകയും ചെയ്യുന്നു. ആ ലിയോപോൾഡ് കഫേയിലെ ആക്രമണത്തിന് ശേഷം ആ 2 തീവ്രവാദികളും താജ് ഹോട്ടലിലേക്ക് നീങ്ങി. താജ് ഹോട്ടലിൽ ഇതിനോടകം തന്നെ ജാവിദ്, ഹാസിഫ് എന്നീ 2 ഭീകരർ ലോബിയിലേക്ക് പ്രവേശിച്ച് വെടിവയ്പ് നടത്തി താജ് ഹോട്ടൽ അവരുടെ കൺട്രോളിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം ആ താജ് ഹോട്ടലിൽ ഡിന്നർ കഴിക്കുന്നതിനും ബിസിനസ് മീറ്റിങ്ങിനുമായി
ഗൗതം അദാനിയും ദുബായ് പോർട്ട് CEO മുഹമ്മദ് ഷറഫ് എന്നിങ്ങനെയുള്ള വലിയ പ്രമുഖർ ഉണ്ടായിരുന്നു. എന്നാൽ ലോബിയിലെ വെടിവെപ്പും ഒച്ചപ്പാടും കേട്ടപ്പോൾ തന്നെ പന്തികേട് തോന്നിയ അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങൾ ഹോട്ടൽ കിച്ചണിലേക്കും പിന്നീട് ബേസ്മെൻറ്റിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. താജ് ഹോട്ടലിൻ്റെ 5ാമത്തെ നിലയിൽ ഒരു ബിസിനസ് സെൻ്റർ ഉണ്ട്. വലിയ വലിയ ബിസിനസ് പ്രമുഖർ മീറ്റിംഗ് കൂടുന്ന ഒരിടം കൂടിയാണ് അവിടം. ആയതിനാൽ തന്നെ ജാവിദ്, ഹാസിഫ് എന്നീ ഫിഗറുടെ ലക്ഷ്യവും അവിടമായിരുന്നു. ഏതെങ്കിലും ഒരു പ്രമുഖ ബിസിനസ്സുകാരനെ ബന്ദികളാക്കി സർക്കാരിനെ മുൻമുന്നയിൽ നിർത്തി സർക്കാരുമായി വിലപേശുകയോ ചർച്ചകൾ നടത്തുകയോ ആയിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഈ 5ാം നിലയിൽ അവർക്ക് അധികം കയറാൻ കഴിഞ്ഞില്ല. ആയതിനാൽ ആ ഭീകരർ ഒരു നില മുകളിലേക്ക്, അതായത് 6ാമത്തെ നിലയിലേക്ക് പോകുന്നു. അപ്പോഴേക്കും സമയം ഏതാണ്ട് 11:30 ഈ സമയം ആ ഭീകരർക്ക് ഫോണിൽ ആരോടോ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. അതിനായി അവർക്കൊരു റൂം ആവശ്യമായിട്ട് വന്നു. അതിനാൽ തന്നെ ആ ഭീകരവാദികൾ റൂം നമ്പർ 520 തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ താജ് ഹോട്ടലിലെ താമസക്കാരിൽ ഭൂരിഭാഗം പേരും ആ ഹോട്ടലിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നു എന്നറിഞ്ഞിരുന്നതിനാൽ തന്നെ എന്ത് ഒച്ചപ്പാടും ബഹളവും കേട്ടിരുന്നാലും റൂം തുറക്കാതെ റൂമിനുള്ളിൽ തന്നെ സുരക്ഷിതരാകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ തീവ്രവാദികൾ തുറക്കാൻ ശ്രമിക്കുന്ന റൂം നമ്പർ 520 എന്ന റൂമിനുള്ളിൽ കോർപ്പറേറ്റ് ബാങ്കിൻ്റെ ചെയർമാൻ KR രാമമൂർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ഹോട്ടലിൽ ആക്രമണം നടക്കുകയാണെന്ന് മനസ്സിലായിരുന്നതിനാൽ തന്നെ അദ്ദേഹം വാതിൽ തുറന്നില്ല. എന്നാൽ തീവ്രവാദികൾ ആയുധങ്ങൾ ഉപയോഗിച്ച് ആ വാതിലിൻ്റെ ലോക്കിംഗ് സിസ്റ്റം തകർത്ത് വാതിൽ തുറന്ന് ആ മുറിക്കുള്ളിലേക്ക് കടന്നു. ഇതേ സമയം ആ റൂമിലുണ്ടായിരുന്ന KR രാമമൂർത്തി വാഷ്റൂമിലേക്ക് ഒളിക്കുകയായിരുന്നു. പക്ഷേ തീവ്രവാദികൾ അവിടെയും പ്രവേശിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ രാമമൂർത്തിയെ ആ വാഷ്റൂമിൽ കെട്ടിയിട്ടു. അതിനുശേഷം ആ തീവ്രവാദികൾ മുറിയിലേക്ക് പോയി പാകിസ്ഥാനിലുള്ള ആരോടോ 30 മിനിറ്റോളം സംസാരിക്കുന്നു. ഇതേ സമയം ലിയോപോൾഡ് കഫേയിലെ ആക്രമണത്തിന് ശേഷം താജ് ഹോട്ടൽ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്ന നാസർ അഹമ്മദും ഷുഹൈബും കൂടി ആ താജ് ഹോട്ടലിനുള്ളിൽ കടക്കുകയാണ്. ഇതിനോടകം തന്നെ ആ ഹോട്ടലിനുള്ളിലെ ഭീകരാക്രമണം അറിഞ്ഞ് തങ്ങളുടെ റൂമുകളിലേക്ക് പോകാൻ ഭയന്നു നിൽക്കുന്ന നിരവധി പേർ ആ താജ് ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കയറി വന്ന ഭീകരവാദികളായ നാസർ അഹമ്മദും ഷുഹൈബും ആ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്ക് എത്തി. അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ കണ്ടതും അവർ ആ ആൾക്കൂട്ടത്തിനെതിരെ ഭ്രാന്തമായി വെടിവെക്കുന്നു. തുടർന്ന് അവിടെ നിന്ന് കുറച്ചുപേരെ ബന്ദികളാക്കുന്നു. അതിനുശേഷം ഈ തീവ്രവാദികളായ നാസർ അഹമ്മദും ഷുഹൈബും ആദ്യം ഈ താജ് ഹോട്ടലിലെത്തിയ തീവ്രവാദികളായ ജാവിദ്, ഹാസിഫ് എന്നിവരുമായി മൊബൈലിൽ ബന്ധപ്പെട്ട ശേഷം ഈ ബന്ദികളാക്കപ്പെട്ടവരെയും കൊണ്ട് ജാവിദും ഹാസിഫുമുള്ള 6ാമത്തെ നിലയിലെ റൂം നമ്പർ 520 എത്തുന്നു. ഇതോടെ താജ് ഹോട്ടലിൽ കയറിക്കൂടിയ തീവ്രവാദികളുടെ എണ്ണം 4ആയി. അതിനുശേഷം വീണ്ടും അവർ നിരന്തരം പാകിസ്ഥാനിലേക്ക് കോളുകൾ ചെയ്യുന്നുണ്ട്. തുടർന്ന് ബന്ദികളാക്കപ്പെട്ടവരുടെ പേരും വിവരങ്ങളും പാകിസ്ഥാനിലിരുന്ന് ഈ തീവ്രവാദ ആക്രമണം കൺട്രോൾ ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ ഈ പേരും വിവരങ്ങളും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവർ പ്രമുഖരാണോ ഉന്നത വ്യക്തിത്വങ്ങളാണോ എന്ന് കൺഫേം ചെയ്യുന്നു. എന്നാൽ ഈ ബന്ദികളാക്കപ്പെട്ടവർ തങ്ങൾ വിചാരിക്കുന്നത് പോലെ ഗവൺമെൻറ്റിനെ മുൻമുന്നയിൽ നിർത്താൻ കഴിയുന്നത്ര വ്യക്തിത്വങ്ങളല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ ഈ ഭീകരർക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആളുകളെ ബന്ദികളാക്കി വച്ചിരിക്കുന്ന 6ാം നിലയിലെ റൂം നമ്പർ 520 ബെഡുകളും ബെഡ്ഷീറ്റുകളും അവിടെ വാരി വലിച്ച് കൂട്ടിയിട്ട് തീയിട്ടു. ആ റൂമിലൊന്നാകെ കറുത്ത പുക പരക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ബന്ദികളെ ആ റൂമിൽ ഉപേക്ഷിച്ച് ആ 4 ഭീകരരും ആ റൂം പൂട്ടി പുറത്തിറങ്ങി ആ ഹോട്ടലിൻ്റെ മറ്റു ലോബികളിലെയും ഗ്രൗണ്ട് ഫ്ലോറിലേക്കുമൊക്കെ ഏതെങ്കിലും പ്രമുഖ വ്യക്തികളെ ബന്ദികളാക്കാൻ കഴിയുമോ എന്ന് തിരഞ്ഞു നടന്നു. മുംബൈയിലെ 100 വർഷത്തിലധികം പഴക്കമുള്ള ഈ താജ് ഹോട്ടൽ വലിയ വലിയ ബിസിനസ്സുകാരും ക്രിക്കറ്റ് കളിക്കാരും സെലിബ്രിറ്റികളും വിദേശ പ്രതിനിധികളുമൊക്കെ എത്താറുള്ള ഒരു ഐക്കോണിക് സ്ഥലമാണ്. ആയതിനാൽ തന്നെ ആ 4 തീവ്രവാദികളുടെയും ലക്ഷ്യം വലിയ വലിയ ബിസിനസ്സുകാരെയും വിദേശ പ്രതിനിധികളെയും ബന്ദികളാക്കുക എന്നതായിരുന്നു. എന്നാൽ അവർക്ക് അത്തരത്തിൽ ആരെയും ബന്ദികളാക്കാൻ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ ഗ്രൗണ്ട് ഫ്ലോറിലെ ലോബിയിലേക്ക് പോവുകയും കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെക്കുകയും ആ ഹോട്ടലിൻ്റെ പല സ്ഥലങ്ങളിൽ തീയിടുകയും ആ ഹോട്ടലിൻ്റെ 600ഓളം വരുന്ന റൂമുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരും പുറത്തു പോകാൻ കഴിയാത്ത തരത്തിൽ ആ 4 തീവ്രവാദികൾ കൂടി ആ താജ് ഹോട്ടൽ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ താജ് ഹോട്ടലിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കുകൾ പറ്റി. നിരവധി പേർ ഹോട്ടലിനുള്ളിൽ കുടുങ്ങുകയും ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. താജ് ഹോട്ടൽ 4 തീവ്രവാദികളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഇത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ മുംബൈയിലെ വിവിധ പ്രദേശങ്ങളിലും തീവ്രവാദ ആക്രമണങ്ങൾ സജീവമായിരുന്നു.
ഒബ്രോയ് ട്രെഡന്റ് ഹോട്ടലിലും 32 പേർ കൊല്ലപ്പെടുകയും ആ ഹോട്ടൽ 2 തീവ്രവാദികളാൽ ഹൈജാക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. അതുപോലെ ജൂത സെറ്റിൽമെന്റായ നരിമാൻ ഹൗസും തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തു. ഇതേസമയം പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് കാമ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ഇസ്മായിൽ ഖാൻ, അജ്മൽ കസബ് എന്നീ തീവ്രവാദികളെ പിന്തുടരുന്നതിനിടയിൽ ആ പോലീസ് വാഹനത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ ഹേമന്ത് കർക്കരെ, വിജയ് സലാസ്കർ, അശോക് കാംതെ കൂടാതെ ഒപ്പമുണ്ടായിരുന്ന 4 കോൺസ്റ്റബിൾമാരിൽ 3 കോൺസ്റ്റബിൾമാരും കൊല്ലപ്പെട്ടു. തുടർന്ന് ആ പോലീസ് വാഹനം തട്ടിയെടുത്ത ഇസ്മായിലും കസബും മലബാർ ഹിൽ എന്ന പ്രദേശത്തേക്ക് വണ്ടി ഓടിച്ചു. എന്നാൽ വെടിയുണ്ടകളേറി ആ വണ്ടിയുടെ ടയറുകളെല്ലാം പഞ്ചറായിരുന്നു. എന്നാലും ഇസ്മായിൽ ആ വണ്ടി അതിവേഗം ഓടിക്കുകയും കസബ് വഴിയോരത്തെ ആളുകൾക്ക് നേരെ ഒരു ഭ്രാന്തനെ പോലെ വെടിവെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസുകാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന ധാരണയിൽ തട്ടിയെടുത്ത ടൊയോട്ട കോളിസിന്റെ പിൻവശത്ത് തോളിലും കാലിലും പരുക്കുകൾ പറ്റിയ അരുൺ ജാവദ് എന്ന ഹെഡ് കോൺസ്റ്റബിൾ മരിച്ചതുപോലെ അഭിനയിച്ച് കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന തോക്ക് ആ വാഹനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് തെറിച്ച് കിടന്നിരുന്നതിനാൽ അദ്ദേഹത്തിന് ആ തോക്കെടുക്കാൻ പ്രയാസമായിരുന്നു. എന്നിരുന്നാലും ആ തീവ്രവാദികളുടെ പ്രവൃത്തികൾ അദ്ദേഹം ആ വാഹനത്തിൻ്റെ ഏറ്റവും പിൻവശത്ത് കിടന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിവേഗം പായുന്ന ആ പഞ്ചറായ കോളിസിൻ്റെ ടയറുകൾ കീറിമുറിഞ്ഞു പോയിരുന്നതിനാൽ തന്നെ വണ്ടി സ്ലോ ആവുകയും വീലുകൾ റോഡിൽ ഉരഞ്ഞ് വലിയ ശബ്ദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ആയതിനാൽ അവർ ആ വണ്ടി ഉപേക്ഷിച്ച് മറ്റൊരു വണ്ടി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് എതിർവശത്ത് നിന്നും ഒരു സ്കോഡ കാർ വരുന്നത്. MH02JP1276 എന്ന നമ്പറുള്ള ആ സ്കോഡ കാറിൽ സമദ് വിജയ് എന്ന വ്യക്തി തൻ്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. ഇസ്മായിലും കസബും തോക്കു ചൂണ്ടി ആ സ്കോഡ കാർ തടഞ്ഞു നിർത്തി ആ കാറിലുള്ളവരെ എല്ലാം പുറത്താക്കി ആ കാർ അവർ തട്ടിയെടുത്തു. അവിടെ ഒരു ആശ്വാസകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവർ ആ കുടുംബത്തിന് നേരെ വെടിയുതിർത്തില്ല എന്നത് മാത്രമാണ്. അവർ കാർ മാറിയപ്പോൾ അരുൺ ജാവദ് ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് ആ തീവ്രവാദികൾ മാറിയ കാറിൻ്റെ വിവരവും പോയ ദിശയും അറിയിക്കുന്നു. ഈ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ പോലീസ് ആ കാർ പോയ ദിശയായ ബീച്ച് റോഡിലേക്കുള്ള ഗിർഗർ ചൗപ്പട്ടി റോഡ് ശക്തമായ ബാരിക്കേഡുകൾ കൊണ്ട് അടയ്ക്കുന്നു. തീവ്രവാദികളായ ഇസ്മായിൽ ഖാനും കസബും കാറുമായി ബാരിക്കേഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയ ഉടനെ തന്നെ അവർക്ക് ഈ കാറുമായി ബാരിക്കേഡ് കടന്നു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ തീവ്രവാദികൾ വന്ന കാറുമായി ആ റോഡിൻ്റെ വലതുവശത്തെ ഡിവൈഡർ മറികടന്ന് പോകാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അങ്ങനെ കാർ ഓടിച്ചിരുന്ന ഇസ്മായിൽ ഖാൻ ആ റോഡിൻ്റെ ഡിവൈഡറിന് കുറുകെ കാർ ഓടിച്ചു കയറ്റുന്നു. എന്നാൽ അതൊരു സെഡാൻ കാറായിരുന്നതിനാൽ തന്നെ ആ വാഹനം ഡിവൈഡറിൽ കുടുങ്ങുന്നു. ഇതേസമയം ഇൻസ്പെക്ടർ ഹേമന്ത് ബദ്വാങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആ കാറിനെ വളഞ്ഞുകൊണ്ട് ഓരോ സ്റ്റെപ്പും വളരെ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇതേസമയം അജ്മൽ കസബ് പോലീസിന് നേരെ വെടിയുതിർക്കുന്നു. പോലീസ് തിരിച്ചും വെടിവെക്കുന്നു. ഈ ആക്രമണത്തിൽ ആ കാർ ഓടിച്ചിരുന്ന തീവ്രവാദിയായ ഇസ്മായിൽ ഖാന് മാരകമായ പരിക്കുകൾ പറ്റുന്നു. ഇതോടെ ആ കാറിൽ നിന്നും പുറത്തിറങ്ങി പോലീസിന് നേരെ വെടിയുതിർക്കാൻ ശ്രമിക്കുന്ന അജ്മൽ കസബിനെ ആർമിയിൽ നിന്നും വിരമിച്ചതും മുംബൈ പോലീസിൽ ASI ആയിരിക്കുന്നതുമായ തുക്കാറാം മോംബ്ലെ അതിവേഗം കസബിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി കസബിനെ പിടികൂടുകയും തോക്ക് പിടിച്ചു വാങ്ങാനും ശ്രമിക്കുന്നു. എന്നാൽ ആ ഒരു ശ്രമത്തിനിടെ കസബ് നിർത്താതെ വെടിവെക്കുകയാണ്. ആ വെടിയുണ്ടുകളെല്ലാം തുക്കാറാം മോംബ്ലയുടെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറുന്നു. ഏതാണ്ട് 23ലധികം വെടിയുണ്ടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് തുളങ്ങി കയറുമ്പോഴും കസബിനെ വിടാതെ കസബിൻ്റെ തോക്ക് മറ്റു പോലീസുകാർക്ക് നേരെ ചൂണ്ടാൻ അനുവദിക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവൻ പോകുന്നതുവരെ കസബിനെ മുറുക്കെ പിടിച്ചിരുന്നു. അപ്പോഴേക്കും മറ്റു പോലീസുകാരും കൂടെ എത്തി കസബിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി കസബിനെ നല്ലതുപോലെ കൈകാര്യം ചെയ്ത് ജീവനോടെ പിടികൂടി. അപ്പോഴേക്കും കസബിനോടൊപ്പമുണ്ടായിരുന്ന തീവ്രവാദി ഇസ്മായിൽ ഖാൻ മരിച്ചിരുന്നു. അജ്മൽ കസബിനെ ധീരതയോടെ പിടികൂടിയ സബ് ഇൻസ്പെക്ടർ തുക്കാറാം മോംബ്ലെ 15ഓളം പോലീസുകാരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് രക്തസാക്ഷിയായി. എന്നാൽ ഇതേ സമയത്ത് 2 തീവ്രവാദികൾ ഒബ്രോയ് ട്രെഡന്റ് ഹോട്ടലും മറ്റു 2 തീവ്രവാദികൾ നരിമാൻ ഹൗസും 4 തീവ്രവാദികൾ താജ് ഹോട്ടലും അവരുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മഹാരാഷ്ട്ര സർക്കാർ പൂർണ്ണമായും സജീവമായി. ഈ ഭീകരതയെ കൈകാര്യം ചെയ്യുന്നതിനും ഈ പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുമായി മാർക്കോസ്, അതായത് മറൈൻ കമാൻഡോകളെ ചുമതലപ്പെടുത്തുകയാണ്. മറൈൻ കമാൻഡോകൾ ഒബ്രോയ് ട്രെഡന്റ് ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് 150ലധികം പേരെയും താജ് ഹോട്ടലിൽ നിന്ന് 200ലധികം പേരെയും കെട്ടിടങ്ങളുടെ ജനലുകൾ വഴിയും റോപ്പുകൾ വഴിയുമൊക്കെ രക്ഷപ്പെടുത്തുന്നു. എന്നാൽ ആ മറൈൻ കമാൻഡോകൾക്ക് കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കാനോ
തീവ്രവാദികളെ നേരിടാനോ കഴിഞ്ഞില്ല. ആയതിനാൽ തന്നെ ഒബ്രോയ് ട്രെഡന്റ് ഹോട്ടലും നരിമാൻ ഹൗസും താജ് ഹോട്ടലും ഇപ്പോഴും തീവ്രവാദികളുടെ നിയന്ത്രണത്തിലാണ്. അവിടെയെല്ലാം ഒട്ടനവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയും നിരവധി പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അവർ ഏത് നിമിഷവും തീവ്രവാദികളുടെ ആക്രമണത്തിന് ഇരയാകാനും സാധ്യതയുണ്ട്. ആയതിനാൽ തന്നെ തീവ്രവാദികളെ അടിച്ചമർത്തി ആ ബന്ദികളാക്കപ്പെട്ടവരെയും കുടുങ്ങിക്കിടക്കുന്നവരെയും മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ 200 NST കമാൻഡോകളെ ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്ക് അയക്കുന്നു. NST കമാൻഡോകൾ മുംബൈയിലെത്തിയ ഉടനെ തന്നെ മുംബൈ പോലീസിൽ നിന്നും മറൈൻ കമാൻഡോ ഫോഴ്സിൽ നിന്നും ആവശ്യമായ വിവരങ്ങളെല്ലാം ശേഖരിച്ച് ആ 200 NST കമാൻഡോകളിൽ നിന്ന് അത്യാവശ്യമായ ചെറിയ 3 ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. അതിനുശേഷം അവർ ഒബ്രോയ് ട്രെഡന്റ് ഹോട്ടൽ, നരിമാൻ ഹൗസ്, താജ് ഹോട്ടൽ എന്നിവിടങ്ങളിലേക്ക് പോകുന്നു. ഇതോടെ NSTയുടെ ഓപ്പറേഷൻ ബ്ലാക്ക് ടൊറന്റോ ആരംഭിക്കുന്നു. താജ് ഹോട്ടലിൽ ഓപ്പറേഷൻ നടത്തുന്ന ടീമിനെ നയിക്കുന്നത് 3 പേരാണ്. കേണൽ സുനിൽ ഷെറോൺ, മേജർ സഞ്ജയ് ഗഡ്വാൾ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. താജ് ഹോട്ടലിലെ ഓപ്പറേഷന് വേണ്ടിയുള്ള ടീം രൂപീകരിക്കുന്ന സമയത്ത് സന്ദീപ് ഉണ്ണികൃഷ്ണൻ ആദ്യം ആ ടീമിൽ ഉൾപ്പെട്ടിരുന്നില്ല. ആ ടീമിൻ്റെ മെയിൻ കമാൻഡറായ കേണൽ സുനിൽ ഷെറോൺ തൻ്റെ സെക്കൻഡ് കമാൻഡറായി വളരെ ഊർജ്ജസ്വലനായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ തൻ്റെ ടീമിലേക്ക് നിയമിക്കുകയായിരുന്നു. രാജ്യം അപകടത്തിലായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പോരാടാൻ തനിക്കൊരു അവസരം കിട്ടിയതിൽ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ വളരെയധികം ആവേശത്തിലായിരുന്നു. താജ് ഹോട്ടലിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയും ബന്ധുക്കളെയും രക്ഷിക്കുക, തീവ്രവാദികളെ ജീവനോടെയോ അല്ലാതെയോ കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. കേണൽ സുനിൽ ഷെറോൺ, മേജർ സഞ്ജയ് ബദ്വാൾ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്നീ കമാൻഡർമാർ നൽകുന്ന കമാൻഡുകൾ അതുപോലെ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത സുനിൽകുമാർ ജോധ, സുനിൽകുമാർ യാദവ്, മനോജ് കുമാർ, ബാബുലാൽ, കിഷോർ കുമാർ എന്നിങ്ങനെ ഉയർന്ന പ്രചോദിതരായ 10 കമാൻഡോകൾ അടങ്ങുന്ന ഒരു യൂണിറ്റായി തീവ്രവാദികളെ നേരിടാൻ നവംബർ 27-ാം തീയതി പുലർച്ചെ 3 മണിക്ക് അവർ താജ് ഹോട്ടലിനുള്ളിലേക്ക് കടന്നു. താജ് ഹോട്ടലിനുള്ളിലെ കാഴ്ച വളരെ മൃഗീയമായിരുന്നു. പ്രൗഢഗംഭീരമാർന്ന താജ് ഹോട്ടൽ വെടിയുണ്ടകളാൽ വികൃതവും രക്തക്കറകളാൽ ദയനീയവുമായിരുന്നു. മൃതദേഹങ്ങൾ അപ്പോഴും അവിടങ്ങളിലായി ചിതറിക്കിടക്കുന്നുണ്ട്. ഹോട്ടലിനുള്ളിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നതിനാൽ തന്നെ ഇരുട്ട് തളം കെട്ടി നിൽക്കുന്നു. മാത്രമല്ല, തീവ്രവാദികൾ ഹോട്ടലിൻ്റെ പല ഭാഗങ്ങളിലും തീയിട്ടിരുന്നതിനാൽ തന്നെ ഹോട്ടലിൻ്റെ ഏതാനും നിലകളിലെ ചില ഭാഗങ്ങൾ തീ പിടിച്ചിരുന്നു. ഈ തീയും പുകയും ഇരുട്ടും കമാൻഡോകൾക്ക് ഹോട്ടലിനുള്ളിലെ ആദ്യ പ്രവർത്തനം ദുഷ്കരമായിരുന്നു. ഏതു ഭാഗത്താണ് തീവ്രവാദികൾ ഉള്ളതെന്നും അവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നും അവരുടെ കൈവശം ഏതൊക്കെ ആയുധങ്ങൾ ഉണ്ടെന്നും കമാൻഡോകൾക്ക് ഊഹിക്കാൻ പ്രയാസമായിരുന്നു. 5-ാം നിലയിലും 6-ാം നിലയിലും തീ കത്തുന്നതിനാൽ തീവ്രവാദികൾ 5-ാം നിലയിലോ 6-ാം നിലയിലോ ഒളിച്ചിരിക്കാമെന്ന് അവർ പ്രതീക്ഷിച്ചു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ധൈര്യം കൈവെടിയാതെ സഹ കമാൻഡോകളെ നയിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ കയറി 6-ാമത്തെ നിലയിലെത്തി. എന്നാൽ ഈ NST കമാൻഡോകളുടെ ഓപ്പറേഷനെക്കുറിച്ച് തീവ്രവാദികൾ അറിഞ്ഞിരുന്നു. അതിനു കാരണം വാർത്താ ചാനലുകൾ തന്നെയാണ്. മുംബൈയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളും അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സർക്കാർ എടുക്കുന്ന നടപടിക്രമങ്ങളും നാഷണൽ മീഡിയ മുതൽ ഇൻ്റർനാഷണൽ മീഡിയ വരെ ലൈവായി സംപ്രേഷണം ചെയ്തിരുന്നു. പാകിസ്ഥാനിലിരുന്ന് തീവ്രവാദികളെ കൺട്രോൾ ചെയ്യുന്നവർ ഇത്തരം ന്യൂസുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ തീവ്രവാദികളെ മൊബൈലിൽ അറിയിച്ചുകൊണ്ടേയിരുന്നു. NST കമാൻഡോകൾ മുംബൈയിൽ എത്തുന്നതും അവർ ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ പോകുന്ന വിവരങ്ങളുമെല്ലാം തീവ്രവാദികൾ അറിഞ്ഞിരുന്നതിനാൽ തന്നെ തീവ്രവാദികൾ സുരക്ഷിതമായി ഒളിച്ചിരിക്കുകയായിരുന്നു. ഇതേസമയം 6-ാം നിലയിൽ പരിശോധനകൾ നടത്തുകയായിരുന്ന NST കമാൻഡോകൾക്ക് അവിടെ റൂം നമ്പർ 520 എന്ന റൂമിൽ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞു. തുടർന്നുള്ള റൂം ക്ലിയറൻസിൽ പല മുറികളിൽ നിന്നും ബന്ദികളെയും റൂമുകളിൽ കുടുങ്ങിപ്പോയവരെയും കണ്ടെത്തി. അങ്ങനെ ഓരോ നിലകൾ താഴെ ഇറങ്ങി 3-ാമത്തെ നിലയിലെ 271-ാം നമ്പർ റൂമിലും അവർ റൂം ക്ലിയറൻസിൻ്റെ ഭാഗമായി പരിശോധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുന്ന റൂമിൽ തട്ടി വിളിച്ചിട്ടും ഇത് സൈന്യമാണെന്ന് പറഞ്ഞിട്ടും ആ റൂമിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാതായപ്പോൾ ഈ റൂമിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ കമാൻഡോകൾ ആ റൂമിൻ്റെ വാതിലുകൾ ബലപ്രയോഗത്തിലൂടെ തുറന്നതും അതിനുള്ളിലുണ്ടായിരുന്ന തീവ്രവാദികൾ കമാൻഡോകൾക്ക് നേരെ വെടിയുതിർത്തു. കമാൻഡോ സുനിൽകുമാർ യാദവിൻ്റെ കാലുകൾക്ക് വെടിയേറ്റു. ഉടനെ തന്നെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ അവിടെ നിന്നും വലിച്ചു മാറ്റി രക്ഷപ്പെടുത്തി. അതേസമയം തന്നെ തീവ്രവാദികൾ ആ വാതിലിനടുത്തേക്ക് ഒരു ഗ്രനേഡ് എറിഞ്ഞു. അത് പൊട്ടി ആ വാതിലിൻ്റെ ആ ഭാഗം ശക്തമായി തീ പിടിക്കുകയും ചൂടും പുകയും കൊണ്ട് ശ്വാസം മുട്ടി ആ പ്രദേശത്ത് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടാകുകയും ചെയ്തു. ആയതിനാൽ തന്നെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ എല്ലാ കമാൻഡോകളും ചേർന്ന്
കാലിൽ 3 വെടിയുണ്ടകൾ ഏറ്റുകിടക്കുന്ന സുനിൽകുമാർ യാദവിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനായി ആ ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിക്കുകയും ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് വീണ്ടും മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനും സംഘവും ആ ഹോട്ടലിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുകയും അപകടകാരികളായ തീവ്രവാദികളെ തിരയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ദൗത്യത്തിൽ ഹോട്ടലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഏതാണ്ട് 600-ലധികം പേരെ ഹോട്ടലിന് പുറത്തേക്കെത്തിച്ച് രക്ഷപ്പെടുത്തി. അപ്പോഴേക്കും നവംബർ 27-ാം തീയതിയുടെ അർദ്ധരാത്രി പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ഇനിയും ഹോട്ടലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. മാത്രമല്ല, ഗ്രനേഡ് എറിഞ്ഞ് രക്ഷപ്പെട്ട തീവ്രവാദികളെ കണ്ടെത്തേണ്ടതുമുണ്ട്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ തീവ്രവാദികളെ കണ്ടെത്താൻ പുതിയൊരു പദ്ധതി തയ്യാറാക്കി. താജ് ഹോട്ടലിൻ്റെ സെൻട്രൽ സ്റ്റെയർകേസിലൂടെ മുകളിലേക്ക് കയറുക. ഈ ഒരു സ്റ്റെയർകേസിന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് നിലയിൽ നിന്ന് നോക്കിയാലും ആ സ്റ്റെയർകേസിലെ എല്ലാ ഭാഗവും വ്യക്തമായി കാണാൻ സാധിക്കും എന്നതാണ്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മറ്റ് കമാൻഡോകളെയും നയിച്ചുകൊണ്ട് ആ താജ് ഹോട്ടലിൻ്റെ സെൻട്രൽ സ്റ്റെയർകേസ് വഴി മുകളിലേക്ക് കയറാൻ ആരംഭിച്ചു. എന്നാൽ ഉടനെ തന്നെ തീവ്രവാദികൾ 1-ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് ആ സ്റ്റെയറിലൂടെ കയറി വരുന്ന കമാൻഡോകൾക്ക് നേരെ തുരുതുര വെടിയുതിർത്തു. ഈ സമയത്ത് പല കമാൻഡോകളും പല ഭാഗത്തേക്ക് ചാടി ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ സുനിൽകുമാർ ജോധയ്ക്ക് 8 വെടിയുണ്ടകളേറ്റ് നിലത്ത് വീണു. ഇതേസമയം മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സുനിൽകുമാർ ജോധയെ രക്ഷിക്കുന്നതിനായി തീവ്രവാദികൾക്ക് നേരെ വെടിയുതിർത്ത് കവർ ഫയർ ചെയ്തുകൊണ്ട് സുനിൽകുമാർ ജോധയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഇതേസമയം സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ വലത് കൈയിലേക്കും തീവ്രവാദികളുടെ വെടിയേറ്റു. അപ്പോഴേക്കും മറ്റെല്ലാ കമാൻഡോകളും വെടിയേറ്റ് വീണ സുനിൽകുമാർ ജോധയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. എന്നാൽ വീണ്ടും ആ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നതിനാൽ ഭീകരരെ അവിടെ നിന്നും തുരത്തേണ്ടത് അനിവാര്യമായിരുന്നു. എന്നാൽ മാത്രമേ പരിക്കേറ്റ് വീണ സുനിൽകുമാർ ജോധയെ ആംബുലൻസിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ ഉടനെ തന്നെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ വെടിയേറ്റ കൈയുമായി തീവ്രവാദികളെ തുരത്താൻ ഓരോ സ്റ്റെപ്പും ജാഗ്രതയോടെ മുകളിലേക്ക് കയറി. ആ ടീമിലെ ചില കമാൻഡോകൾ കൂടി കവർ ഫയർ ചെയ്യാൻ സന്ദീപിനോടൊപ്പം ചെല്ലാൻ ശ്രമിച്ചുവെങ്കിലും തൻ്റെ ടീമിലെ 2-ാമത്തെയാളും വെടിയേറ്റ് പരിക്കുകൾ പറ്റി വീണ സാഹചര്യത്തിൽ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ആ കമാൻഡോകളോട് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു: ആരും ഇപ്പോൾ മുകളിലേക്ക് കയറി വരരുത്. അവരെ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വെടിയുതിർത്തുകൊണ്ട് ഓരോ സ്റ്റെപ്പും ജാഗ്രതയോടെ വച്ച് ഭീകരരെ നേരിടാൻ മുകൾ നിലയിലേക്ക് കയറിപ്പോയി. ഈ സമയം മുതൽ ഒറ്റയ്ക്കായിരുന്ന മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മുറിവേറ്റ സിംഹത്തെ പോലെ ആക്രമണകാരിയായിരുന്നു. സന്ദീപ് ഉണ്ണികൃഷ്ണൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന MP5 തോക്കുകൊണ്ട് നിരന്തരം വെടിയുതിർത്ത് തീവ്രവാദികളെ നിരന്തരം തുരത്തി. തുടർന്ന് തൻ്റെ പക്കലുണ്ടായിരുന്ന ഒരേ ഒരു ഗ്രനേഡ് എടുത്ത് തീവ്രവാദികൾക്ക് നേരെ എറിഞ്ഞു. അങ്ങനെ തീവ്രവാദികൾ ഭയന്നു വിറച്ച് ആ താജ് ഹോട്ടലിൻ്റെ വടക്കേ അറ്റത്തെ ബോർഡ് റൂമിലേക്ക് ഓടിപ്പോയി. ഈ സമയം മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഒരു തീവ്രവാദിയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ആ തീവ്രവാദികളുടെ നടുവിൽ ഒറ്റയ്ക്കായിരിക്കുന്നു. ഒടുവിൽ ഭീകരർ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നേരെ വെടിയുതിർത്തു. അതിൽ ഒരു വെടിയുണ്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ താടിയെല്ല് തകർത്ത് തലയിലേക്ക് തുളച്ചു കയറി. അപ്പോഴേക്കും നവംബർ 28-ാം തീയതിയുടെ പുലർച്ചെയായിരുന്നു. അങ്ങനെ ആ അവസാന ശ്വാസം വരെയും രാജ്യത്തെയും ജനങ്ങളെയും സഹപ്രവർത്തകരെയും സംരക്ഷിച്ചുകൊണ്ട് ഭയം അശേഷം തന്നെ ഇല്ലാതെ നെഞ്ചുറപ്പോടെ പോരാടിയ ധീരനായ പുത്രൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ചു. വെടിവെച്ച നിലച്ചപ്പോൾ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ അന്വേഷിച്ച് മേജർ സഞ്ജയ് ഗഡ്വാളും മറ്റ് കമാൻഡോകളും അവിടേക്ക് എത്തിയപ്പോൾ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ മൃതദേഹമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു തീവ്രവാദിയുടെ ഷൂ രക്തത്തിൽ കുളിച്ച നിലയിൽ അവിടെ നിന്നും കണ്ടെത്തി. അവിടെ നിന്നുള്ള രക്തത്തിൻ്റെ പാടുകൾ പിന്തുടർന്ന കമാൻഡോകൾ വാസബി റെസ്റ്റോറൻറ്റിലേക്ക് നീങ്ങുകയും അവിടെ ഒളിച്ചിരുന്ന 4 തീവ്രവാദികളെയും NSG കമാൻഡോകൾ കൊല്ലുകയും ചെയ്തു. തങ്ങളുടെ പ്രിയപ്പെട്ട കമാൻഡിംഗ് ലീഡറായിരുന്ന മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ മരണത്തിൽ ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്ന കമാൻഡോ അംഗങ്ങൾ ഒരു തീവ്രവാദിയെ ജീവനോടെ പച്ചയ്ക്ക് കത്തിച്ചാണ് കൊന്നത്. തുടർന്ന് ഹോട്ടലിൽ കുടുങ്ങിക്കിടക്കുന്നവരെല്ലാം രക്ഷിക്കുന്നതിനായി റൂം ക്ലിയറൻസ് നടത്തുകയും നവംബർ 29-ാം തീയതി രാവിലെ 8 മണിയോടെ താജ് ഹോട്ടലിലെ NSG കമാൻഡോകളുടെ ദൗത്യം ഔദ്യോഗികമായി പൂർത്തിയാക്കുകയും ചെയ്തു. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായ ഒബ്റോയ് ട്രഡൻറ്റ് ഹോട്ടൽ, നരിമാൻ ഹൗസ് എന്നിവിടങ്ങളിലെയും ഭീകരവാദികളെ വകവരുത്തിയിരുന്നു. അങ്ങനെ മുംബൈ ഭീകരാക്രമണത്തിനെത്തിയ 10 തീവ്രവാദികളിൽ 9 തീവ്രവാദികളെ കൊലപ്പെടുത്തുകയും
അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടുകയും ചെയ്തു. ആ മുംബൈ ഭീകരാക്രമണത്തിൽ 26 വിദേശ പൗരന്മാരും ഹേമന്ത് കർക്കരെ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്നിങ്ങനെ 20ഓളം സുരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ 166 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് മാരകമായ പരുക്കുകൾ പറ്റുകയും ചെയ്തു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ മൃതദേഹം വളരെ ബഹുമാന പുരസ്കാരം രാജ്യമൊന്നാകെ ആദരാഞ്ജലികൾ അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വസിക്കുന്ന ബാംഗ്ലൂരിലേക്ക് എത്തിക്കുകയും പൂർണ്ണ സൈനിക ബഹുമതികളോടെ അദ്ദേഹത്തെ സംസ്കരിക്കുകയും ചെയ്തു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ അസാമാന്യ ധൈര്യത്തിനും ത്യാഗത്തിനും 2009 ജനുവരി 26-ന് രാജ്യം ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ അശോക ചക്രം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ധീരന്മാരിൽ ഒരാളാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. സ്വന്തം ജീവൻ നൽകി സഹപ്രവർത്തകരെയും രാജ്യത്തെയും സംരക്ഷിച്ച ആ ത്യാഗം ഇന്നും ഓർക്കാത്ത ഇന്ത്യക്കാരുണ്ടാകില്ല. അന്ന് താജ് ഹോട്ടലിൽ വെടിയേറ്റ് വീണ് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സുനിൽകുമാർ യാദവും സുനിൽകുമാർ ജോധിയും നിറ കണ്ണുകളോടല്ലാതെ മേജർ സന്ദീപിനെക്കുറിച്ച് ഓർക്കാറില്ല. സുനിൽകുമാർ ജോധോ തൻ്റെ നിരവധി ഇൻ്റർവ്യൂകളിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്, താൻ വെടിയേറ്റ് വീണപ്പോൾ തന്നെ സംരക്ഷിച്ചുകൊണ്ട് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ കവർ ഫയർ ചെയ്ത് തീവ്രവാദികളെ തുരത്തിയതുകൊണ്ട് മാത്രമാണ് താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നാണ്. മരണത്തിനു മുന്നിൽ പതറാതെ പോരാടിയ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും ഇതുപോലെ പലരുടെ മനസ്സിലും ജീവിച്ചിരിപ്പുണ്ട്. ഈ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വ്യത്യസ്തമാർന്ന ഒട്ടനവധി വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. വളരെ പുതുമയാർന്നതും വ്യത്യസ്തവും അറിവ് നിറഞ്ഞതുമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.